എല്ലാവർക്കും അരുൺ വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ ജോർജ്. ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഒരു മാനുവൽ ട്രാൻസ്മിഷൻ കാറിൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ക്രൂയിസ് കൺട്രോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ്. ക്രൂയിസ് കൺട്രോളുള്ള വണ്ടികൾ ഓടിച്ച് ശീലിച്ചവർക്ക് ഈ വീഡിയോയുടെ ആവശ്യം വരില്ല. പക്ഷേ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ ആദ്യമായിട്ട് ക്രൂയിസ് കൺട്രോളുള്ള വണ്ടി ഓടിക്കുന്നവർക്കും ഈ വീഡിയോ ചിലപ്പോൾ ഉപകാരപ്രദമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ അമർത്തുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക. ഇതുപോലെ വേറെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായിട്ട് ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ ഒരു 2013 മോഡൽ ഹോണ്ട സിറ്റി മാനുവൽ ട്രാൻസ്മിഷൻ ഉള്ള കാറാണ്. ഹോണ്ടയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏറ്റവും വിലക്കുറവിൽ, അതായത് ബഡ്ജറ്റ് സെഗ്മെൻറ്റ്സിലൊക്കെ ഈ ക്രൂയിസ് കൺട്രോൾ കൊണ്ടുവന്നത്. ഈ ജനറേഷൻ ഇറങ്ങിയപ്പോൾ മുതൽ, അതായത് 2008 കാലഘട്ടം മുതൽ ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ ക്രൂയിസ് കൺട്രോൾ കൊടുത്തിരുന്നു. പിന്നെ ഇത് ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ ഉള്ള വേരിയൻ്റാണ്. 2012 ഫേസ് ലിഫ്റ്റ് വന്നത്. 2012 ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ മാനുവൽ ട്രാൻസ്മിഷനിലും ഈ വേരിയൻറ്റിലും മുതൽ ക്രൂയിസ് കൺട്രോൾ ഓപ്ഷൻ അവർ കൊടുത്തിരുന്നു. ഹോണ്ടയുടെ എല്ലാ കാറുകളിലും ഒരേ രീതിയിലാണ് ക്രൂയിസ് കൺട്രോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. മറ്റ് വാഹന കമ്പനികളുടെ കാറുകളിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും ഓപ്പറേഷനിൽ, എന്നാലും ബേസിക് പ്രിൻസിപ്പിൾ സെയിം ആയിരിക്കും. നമ്മൾ ക്രൂയിസ് കൺട്രോൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ഇവിടെ ഒരു ക്രൂയിസ് എന്ന് പറഞ്ഞ സ്വിച്ച് കാണാം. ഈ സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ മീറ്റർ കൺസോളിൽ ഒരു പച്ച ലൈറ്റ് കളി, ക്രൂയിസ് മെയിൻ എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. ഈ സ്വിച്ച് നമ്മൾ വീണ്ടും പ്രസ് ചെയ്താൽ അത് കിടുകയും ചെയ്യും, അതായത് ഓപ്പറേഷൻ ക്യാൻസലായി. പിന്നെ ഇവിടെ ഒരു ക്യാൻസൽ ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്, അത് വേറെ ഞാൻ പിന്നെ പറയാം. ഇത് ശരിക്കും ആദ്യമേ ഓൺ ആക്കിയിടണം. ഇത് ബേസിക് ഫംഗ്ഷൻ സ്വിച്ചാണ് ക്രൂയിസിനുള്ള. ഇത് മറ്റേ ക്യാൻസൽ ചെയ്യാനുള്ള സ്വിച്ചാണ്. അപ്പോൾ ഇത് ആദ്യം ഓൺ ആക്കിയിട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്പീഡിലേക്ക്, ഇഷ്ടമുള്ള സ്പീഡ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 40 കിലോമീറ്റർ സ്പീഡിലാണ് നമുക്ക് മിനിമം സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ 50 അല്ലെങ്കിൽ 60 എത്തി കഴിഞ്ഞിട്ട് നമുക്ക് ക്രൂയിസ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു മാനുവൽ ട്രാൻസ്മിഷനുള്ള കാർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗിയർ എപ്പോഴും ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇത് ക്രൂയിസ് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ല മാനുവൽ ട്രാൻസ്മിഷനിൽ. നമുക്ക് നല്ല ഹൈവേസ്, അതായത് ഒട്ടും ട്രാഫിക് ഇല്ലാത്ത ഹൈവേസ്, പ്രത്യേകിച്ച് നൈറ്റിലൊക്കെയാണ് ഇത് കൂടുതൽ ഉപകാരപ്പെടുന്നത്. പിന്നെ ക്രൂയിസ് കൺട്രോൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് മൈലേജ് നമ്മൾ എങ്ങനെ മാനുവലി ഓടിക്കുന്നതിനേക്കാളും മൈലേജ് കൂടുതൽ കിട്ടും. കമ്പനി അവകാശപ്പെടുന്നതിനേക്കാളും കൂടുതൽ മൈലേജ് കിട്ടും. ഇപ്പോൾ ഈ വണ്ടിക്ക് തന്നെ ഇത് പെട്രോൾ വണ്ടിയാണ്, 1500 cc പെട്രോൾ എഞ്ചിനാണ്. ഇതിന് തന്നെ ഒരു 17-18 സുഖമായിട്ട് കിട്ടും ക്രൂയിസ് കൺട്രോൾ ഇട്ട് ഓടിച്ചാൽ. 20 വരെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ക്രൂയിസ് കൺട്രോളിൻ്റെ ഒരു മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ മൈലേജ് വളരെ കൂടുതലായിട്ട് കിട്ടും. പിന്നെ പക്ഷേ ക്രൂയിസ് കൺട്രോൾ നമുക്ക് ട്രാഫിക് ഉള്ളിടത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ടൗണിലൊന്നും. അപ്പോൾ നമ്മൾ നല്ല ഹൈവേസിലാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നൈറ്റ് ഡ്രൈവിങ്ങിലാണ്, ഒരു ട്രാഫിക്കൊക്കെ തീരെ കുറഞ്ഞ സമയത്ത് ഓടിക്കുമ്പോഴാണ് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ക്രൂയിസ് കൺട്രോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് 4th അല്ലെങ്കിൽ 5th ഗിയറിലേക്ക് എത്തിയിട്ട്, മാനുവൽ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഗിയർ എപ്പോഴും ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ 4th അല്ലെങ്കിൽ 5th ഗിയറിൽ എത്തിക്കഴിഞ്ഞ ശേഷം നമ്മളൊരു 50-60 അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്പീഡ്, പോകാൻ പറ്റുന്ന സ്പീഡ്, അതായത് ആ ട്രാഫിക്കിനനുസരിച്ചിട്ട്. ഇനി നമ്മളിപ്പോൾ 60 കിലോമീറ്റർ സ്പീഡ് എത്തിയെന്ന് കരുതുക. ഈ ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യാനുള്ള സ്വിച്ചാണ് ഈ കാണുന്നത്. ഈ കണ്ടോ, ഡീസലറേഷൻ അല്ലെങ്കിൽ സെറ്റ്, അതായത് 2 ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട് ഈ 2 സ്വിച്ചിലും. ഇത് ഡീസലറേഷനോ സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഇതാണ്. അപ്പോൾ ഈ സെറ്റ് എന്ന് പറഞ്ഞ സ്വിച്ച് ഞെക്കി കഴിയുമ്പോൾ നമ്മളിപ്പോൾ 60 കിലോമീറ്റർ സ്പീഡിലാണെങ്കിൽ 60 കിലോമീറ്ററിൽ ക്രൂയിസ് കൺട്രോൾ ലോക്കാവും. അപ്പോൾ പിന്നെ നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്താലും ഈ 60 കിലോമീറ്റർ സ്പീഡിൽ തന്നെ വണ്ടി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ക്രൂയിസ് കൺട്രോൾ കട്ടാവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ മാനുവൽ കാറായതുകൊണ്ട് ക്ലച്ചിൽ ചവിട്ടിയാലും കട്ടാവും, അതുപോലെ ബ്രേക്കിൽ ചവിട്ടിയാലും കട്ടാവും. ഈ ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ ആ പാടെ ഒറ്റ സിറ്റുവേഷനിലേ കട്ടാവുള്ളൂ, ബ്രേക്ക് ചവിട്ടിയാൽ മാത്രം. മാനുവൽ വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് 2 സിറ്റുവേഷനിൽ ഇങ്ങനെ ക്രൂയിസ് കൺട്രോൾ കട്ടാവും. ഇപ്പോൾ ക്രൂയിസ് കൺട്രോൾ കട്ടായി കഴിഞ്ഞാൽ റെസ്യൂം ചെയ്യാനുള്ള ഫംഗ്ഷനാണിത്, റെസ്യൂം ഈ മോഡിൽ. അപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു ബ്രേക്ക് ചവിട്ടി, പെട്ടെന്ന് സ്ലോ ചെയ്യേണ്ടോന്ന് ബ്രേക്ക് ചവിട്ടി, അപ്പോൾ ക്രൂയിസ് കൺട്രോൾ 60 പോയി കൊണ്ടുവന്ന് കട്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് റെസ്യൂം ചെയ്യുക, ഈ റെസ്യൂമിൽ ഞെക്കുകയാണെങ്കിൽ തന്നെ വീണ്ടും 60 കിലോമീറ്റർ സ്പീഡിലേക്ക് തിരിച്ചെത്തും. അപ്പോൾ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാനുവൽ ട്രാൻസ്മിഷനുള്ള വണ്ടിയായതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ സ്ലോ ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ ഗിയർ ഡൗൺ ചെയ്യേണ്ടി വരും നമ്മൾ, അതായത് 2nd ഗിയറിലേക്കോ അല്ലെങ്കിൽ 3rd ഗിയറിലേക്കൊക്കെ ഡൗൺ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4th അല്ലെങ്കിൽ 5th ആദ്യം ഗിയർ അപ്പ് ഷിഫ്റ്റ് ചെയ്യണം, എന്നിട്ട് നമ്മൾ ഈ റെസ്യൂം വെക്കണം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ 3rd അല്ലെങ്കിൽ 2nd ഗിയറിൽ 60 കിലോമീറ്ററിലേക്ക് എത്താൻ നോക്കും വണ്ടി. അപ്പോൾ നമ്മൾ എപ്പോഴും അപ്പ് ഷിഫ്റ്റ് ചെയ്തിട്ട് വേണം ഈ പറഞ്ഞ റെസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ക്രൂയിസ് കൺട്രോളിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതായത് ക്രൂയിസ് കൺട്രോൾ ഇപ്പോൾ 60 കിലോമീറ്റർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിൽ പ്രസ് ചെയ്തുകൊണ്ടിരുന്ന സ്പീഡ് ചെറുതായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതായത് ഓരോ കിലോമീറ്റർ വെച്ചിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും ഇതിൽ പ്രസ് ചെയ്താൽ. പിന്നെ ഇതിൽ ഇങ്ങനെ മൈനസ് ചെയ്തുകൊണ്ടിരുന്ന, ഡീസലറേഷൻ ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് സ്പീഡ് കുറയ്ക്കാനും പറ്റും. അപ്പോൾ നമ്മൾ എവിടെ വെച്ചിട്ടാണ് അത് ബട്ടൺ വിടുന്നത്
അതിനനുസരിച്ച് ആ സ്പീഡ് സെറ്റാവും. അതായത് നമ്മൾ 60 നിന്ന് പ്രസ് ചെയ്ത് 70-ലെത്തിയിട്ട് ആ ബട്ടൺ വിട്ടുകഴിഞ്ഞാൽ 70 വെച്ചിട്ട് സെറ്റാവും. അതിനാണ് ആ സ്വിച്ചസ് കൊടുത്തിരിക്കുന്നത്, ആക്സിലറേഷൻ ആൻഡ് ഡീസിലറേഷൻ. പിന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാനുള്ള സ്വിച്ചാണ് ഈ ക്യാൻസൽ. അപ്പോൾ ഈ ക്രൂയിസ് കൺട്രോൾ നമ്മൾ എപ്പോഴും കട്ടായാലും റെസ്യൂം ചെയ്യാൻ എളുപ്പം. ആ റെസ്യൂം എന്ന് പറഞ്ഞ ബട്ടൺ നിൽക്കുക. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് പെട്ടെന്നായിട്ട് ഓവർടേക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ വേറൊരു വാഹനം വന്ന് നമുക്ക് ആ വാഹനത്തെ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യാം. ആ സിറ്റുവേഷനിൽ നമുക്ക് ആക്സിലേറ്റർ പെഡൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിതുപോലെ ആക്സിലേറ്റർ പെഡലിൽ പുഷ് ചെയ്ത് ഓവർടേക്ക് ചെയ്യാം. ഇപ്പോൾ 60 കിലോമീറ്ററിൽ പോണ വണ്ടി നമ്മളൊരു 80 കിലോമീറ്ററിൽ ഇങ്ങനെ പുഷ് ചെയ്ത് ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് ആക്സിലേറ്ററിൽ നിന്ന് വിടുന്ന അപ്പം തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് റെസ്യൂം ചെയ്യും. അതായത് വീണ്ടും അത് 60 കിലോമീറ്റർ സ്പീഡിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എത്തും. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യേണ്ട സിറ്റുവേഷനിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഒരിക്കലും ക്രൂയിസ് കൺട്രോൾ കട്ടാവുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വേറെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.